إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم المال والبنون زينة الحياة الدنيا اللهم ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس اتقوا الله عباد الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവധിക്കാലമാണ്. പല മദ്രസകളിലും അവധിയാണ്. പല മദ്രസകളിൽ എക്സാമിന് വേണ്ടി വിദ്യാർത്ഥികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ രൂപത്തിൽ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകപ്പെട്ടിരിക്കുന്ന വേനലവധിയുടെ കാലത്തിലാണ് നമ്മൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു വിദ്യാർത്ഥിയുടെ പഠനം എന്ന് പറയുന്നത് 3-3.5 വയസ്സ് മുതൽ ആരംഭിച്ചതിന് ശേഷം അതിങ്ങനെ അദ്ദേഹത്തിന്റെ കൗമാരം യൗവനത്തിലേക്ക് എത്തുന്നത് വരെ തുടരുകയാണ്. പകൽ സമയത്ത് കുട്ടികൾ ഉണർന്നിരിക്കും വേളയിൽ മുഴുനീള സമയം അധ്യാപകന്മാർ, സഹപാഠികൾ, മുതിർന്ന ജ്യേഷ്ഠന്മാർ അവരോടൊപ്പം കലാലയങ്ങളിലും സ്കൂളുകളിലും KG സെക്ഷനുകളിലും ആയി അവർ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. വിദ്യാർത്ഥികളുടെ സ്വഭാവ പരിപോഷണം അല്ലെങ്കിൽ രൂപീകരണം, വ്യക്തിത്വ രൂപീകരണം, അവർ എങ്ങനെയാണ് ഒരു വ്യക്തിയാകേണ്ടത് എന്നുള്ളതിനെ കൃത്യമായി നിശ്ചയിക്കുന്ന സമയം ഈ അധ്യാപകന്മാരുമായി ഇടപെടുമ്പോൾ, അതിലൂടെ കുട്ടികളുമായി അധ്യാപകന്മാർ സംസാരിക്കുമ്പോൾ ഈ ഭാഗത്തുമാണ്. പ്രത്യേകിച്ച് ഇത്തരം വയസ്സുകൾക്കിടയിൽ രക്ഷിതാക്കൾ ഏറ്റവും ഉണർന്നിരിക്കുന്ന, ഉറക്കമല്ലാത്ത സമയത്ത് ഈ കുട്ടികൾ അധ്യാപകന്മാരുടെ കൂടെയായതിനാൽ തന്നെ വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകന്മാരുടെ, അവരുടെ ടീച്ചേഴ്സ്മാരുടെ ഒപ്പം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ നിലവാരങ്ങളും മറ്റും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താറുണ്ട് എന്നുള്ളതാണ്. 3-3.5 വയസ്സ് മുതൽ ആരംഭിക്കുന്ന പഠനകാലത്ത് ടീച്ചർ എങ്ങനെയാണോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അധ്യാപകൻ എന്താണോ പറയുന്നത്, അവരെയാണ് കുട്ടി ജീവിതത്തിൽ ആ കുട്ടിയെ വ്യക്തിയാക്കി രൂപീകരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ സന്ദർഭത്തിലാണ് രക്ഷിതാവ് താൻ പഠിപ്പിക്കുന്ന, മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നതായ ഫീസുകൾ, അവിടെയുള്ള കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നതായ സംവിധാനങ്ങൾ ആ സന്ദർഭത്തിൽ വിവരിക്കുകയാണ്. എന്റെ മകൻ അല്ലെങ്കിൽ അലിഫ് അറിയാതെയാണ് ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ അയച്ചത്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായ ഫീസ് ഞാൻ ചെലവിടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മകനെ, എന്റെ പേരക്കുട്ടിയെ, എന്റെ മകളെ പഠിപ്പിക്കേണ്ടതായ, എഴുത്ത് പഠിപ്പിക്കേണ്ടതായ ഉത്തരവാദിത്വം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരാകണം. അതുകൊണ്ട് അത് ഞാൻ ശമ്പളം കൊടുത്തത് അവർ ചെയ്യട്ടെ. എന്റെ കുട്ടിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. വായിക്കാൻ അറിയില്ലാത്ത എന്റെ കുട്ടിയെ സ്ഥാപനത്തിലേക്ക് ഞാൻ അയച്ചു. ആ കുട്ടി അവിടെ പോയി പഠിക്കുന്നു, അവിടെ പോയി അവരെ വായിക്കാൻ പഠിക്കുന്നു. അതിന് ഫീസ് കൊടുത്തിട്ട് അവരവരെ കാര്യങ്ങൾ നോക്കണമെന്നുള്ളതാണ്. മൂന്നാമതായി എന്റെ കുട്ടിക്ക് മറ്റു സ്കില്ലുകൾ, കഴിവുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അതിനുള്ളതായ പണം പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതിന്റെ ഡ്യൂട്ടി അധ്യാപകന്മാരുടേതാണ്. അതായത്
താൻ ജനിപ്പിച്ചതായ കുട്ടി, തന്റെ കുട്ടി മകൾ അല്ലെങ്കിൽ മകൻ ഒരു സ്ഥാപനത്തിലേക്ക് അയച്ചതിന് ശേഷം ആ കുട്ടി അവിടെയുള്ളതായ സമ്പൂർണമായി കുട്ടി വളർച്ച മുഴുവൻ നോക്കേണ്ടതും മറ്റും ഈ താൻ ഫീസ് നൽകിയിരുന്ന ആ സ്ഥാപനത്തിലെ അധ്യാപകന്മാരാണ്. ഈ നിലക്ക് ഒരു ഡ്യൂട്ടി എന്ന നിലക്ക് ഏൽപ്പിക്കുന്നു. ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം വീടിന്റെ എല്ലാ മെയിൻ്റനൻസ് നോക്കാൻ പണം നൽകിയാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട, അവരെ ചെയ്തോളണം എന്ന നിലക്ക് കുട്ടികളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടാണ് ഇത് വളർന്നു വരുന്നത്. പോട്ടെ, ശേഷം അവധിക്കാലങ്ങളിലേക്ക് വരുന്നു. ആ സന്ദർഭത്തിൽ കുട്ടികൾ തന്റെ വീട്ടിലേക്ക് നമ്മോട് അടുക്കും ഒപ്പമാണ്. ഇപ്പൊ ചെറിയ കുട്ടികൾ വീട്ടിലാണ്, ഒപ്പമാണ്, ഉമ്മയുടെ കൂടെയാണ്, ഉപ്പയുടെ കൂടെയാണ്. അതേ രൂപത്തിൽ വീട്ടിൽ ഉമ്മാമയുടെ കൂടെയാണ് അല്ലെങ്കിൽ ഉപ്പാപ്പയുടെ കൂടെയാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച് വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് നല്ല രൂപത്തിലുള്ള രൂപത്തിലുള്ള പെരുമാറ്റ ചിട്ടകളും മര്യാദകളും പഠിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം സഹോദരങ്ങളെ, മാരകമായി നമ്മുടെ സമൂഹത്തിന് ഒരുപാട് സാമ്പത്തികമായും ജീവഹാനിയും ആരോഗ്യഹാനിയും വരുത്തിയ കോവിഡ് കാലഘട്ടം, 1-2 വർഷങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച, അധ്വാനിക്കാനില്ലാതെ, പള്ളിയിലേക്ക് വരാനില്ലാതെ, പെരുന്നാളുകൾ പോലും ഇല്ലാത്ത കോവിഡ് കാലഘട്ടം, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത്, പ്രായം ഇങ്ങനെ കൂടിപ്പോകും എന്ന നിലക്ക് സംവിധാനിക്കപ്പെട്ട ഓൺലൈൻ ആയിട്ടുള്ള രീതികളും രൂപങ്ങളും കുട്ടികളെ പലപ്പോഴും അടുപ്പിച്ചത് മൊബൈലിലേക്കും മറ്റും കൂടിയാണ്. മേട്ടുപാളയത്ത് 19കാരനായ ഒരാള് 55 വയസ്സുകാരിയായ മധ്യവയസ്കയെ കൊന്നു. ഈയിടക്ക് കൊന്നു. ഒന്നാമത്തെ വാർത്ത. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ സഹോദരിയെയും അത് ഉമ്മയെയും ഭീഷണിപ്പെടുത്തി. ഗൾഫിലുള്ള ഉപ്പക്ക് പോലും കോൾ വിളിക്കാൻ രൂപത്തിൽ മണ്ണെണ്ണ ക്യാനും പെട്രോളും കൊണ്ടുവന്ന് അവ കവറുകളാക്കി വീട്ടിന്റെ മുകളിലേക്കും മറ്റും ഭാഗങ്ങളിലേക്കും ഒക്കെ എറിഞ്ഞ് കയ്യിൽ ലൈറ്റർ പിടിച്ച് പേടിപ്പിച്ചതായ രംഗം ഈ അടുത്ത് പോലീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. തൃശ്ശൂർ ഭാഗത്ത് നടന്ന ഒരു സംഭവമാണ് കൂടി മനസ്സിലാക്കണം. മേട്ടുപാളയത്ത് 19കാരൻ മറ്റൊരു കൊലം നടത്തിയതും ഭുവനേശ്വരത്തിൽ സഹോദരിയെയും മാതാപിതാക്കളെയും അടിച്ചു കൊന്നതും ഇത് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന കാരണം തേടി പോകുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത് സഹോദരിയെയും ഉമ്മയെയും കൊന്നത് സ്വന്തം മൊബൈലിലുള്ള ഗെയിം ഡിലീറ്റ് ചെയ്ത കാരണത്താലായിരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കളിക്കുന്ന ഗെയിം അത് ഡിലീറ്റ് ചെയ്തു. അഡിക്ഷനായി കിടക്കുന്ന മക്കൾ ആ അഡിക്ഷൻ മാറാൻ വേണ്ടി ഗെയിം ഡിലീറ്റ് ചെയ്തതിന്റെ പേരിൽ സഹോദരിയെയും ഉമ്മയെയും കൊന്നത്. അതേപോലെ തൃശ്ശൂരിൽ നടന്നത് 8ാം ക്ലാസ്സുകാരനായ മകൻ കയ്യിൽ ചാക്കുമേന്തി മണ്ണെണ്ണയും പിടിച്ച് വീട് കത്തിക്കുമെന്ന് ഉമ്മക്ക് നേരെയും അതേപോലെ സഹോദരിക്ക് നേരെയും ഭീഷണി മുടക്കിയത് പോലീസ് പറയുകയാണ്, ഫേസ്ബുക്ക് പേജിൽ ഇടുകയാണ്. എന്റെ ഗെയിം ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. വീട്ടിന് ചുറ്റും ഭ്രാന്തനായി വിറച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഓടുന്നതായ 8ാം ക്ലാസ്സുകാരന്റെ ആ ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാസർഗോഡ് ജില്ലയിലായിരുന്നല്ലോ, കാസർഗോഡ് ഭാഗത്തായിരുന്നല്ലോ കഴുത്തിലേക്ക് മൊബൈൽ പിടിച്ചു വെച്ചതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു യുവതി ആത്മഹത്യ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ഉപ്പാക്കും ഉമ്മാക്കും കുട്ടികളെ ക്ലാസ്സുകളുടെ സമയത്ത് അവരെ സ്കൂളിൽ അധ്യാപകന്മാർ നിയന്ത്രിക്കും. ആ നിയന്ത്രണത്തിൽ ഒരു രൂപത്തിൽ പോലും ഇടപെടാതെ അവർ നോക്കട്ടെ, അവർ ചെയ്യട്ടെ, അവർ നിയന്ത്രിക്കട്ടെ, അവർ പഠിപ്പിക്കട്ടെ, അവർ ശിക്ഷിക്കട്ടെ എന്നെല്ലാം വിട്ടതിന് ശേഷം 1-2 മാസങ്ങൾ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന വേളയിൽ ഉപ്പയും ഉമ്മാക്കും ഇത് നിയന്ത്രിക്കാൻ അറിയില്ല. കാരണം 10-10 മാസങ്ങൾ അധ്യാപകനാണ് നിയന്ത്രിച്ചത്. ഉമ്മപ്പാക്ക് ഒരു റോളുമില്ല. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ഉപദേശിക്കണമെന്ന് അറിയില്ല, എങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിയില്ല, എങ്ങനെ തിരുത്തണമെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള വേളയിൽ ഒന്നും അറിയില്ല. ഒരു മൊബൈലോ മറ്റോ കൊടുത്ത് കുട്ടികൾ അവിടെ കൊണ്ടുപോയി എടുക്കുന്നതായ രൂപം. കുട്ടി മൊബൈൽ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഉമ്മയും ഉപ്പയും ഇവിടെ ഹാപ്പിയാണ്. ഒരു ടെൻഷൻ ഇല്ല, നിയന്ത്രിക്കേണ്ടതില്ല, ശബ്ദമില്ല, ഒച്ചയില്ല, ഭക്ഷണം വേണം എന്ന് പോലുമില്ല. ഈ അവസ്ഥയിലേക്ക് എത്തുന്നതായ രംഗം എവിടെയാണ്? ഞാൻ ആമുഖമായി ഓതി വെച്ചതായ ആയത്ത് അൽ മാലു വൽ ബനൂന സിനത്തുൽ ഹയാത്തി ദുനിയ. അല്ലാഹു നമുക്ക് നൽകിയതാണ് നമ്മുടെ മക്കൾ. ജീവിതത്തിൽ സമ്പത്തും മക്കളും എന്ന് പറയുന്നത് നമുക്ക് നൽകിയ അലങ്കാരം മാത്രമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഫിത്നകളായി വന്നേക്കാം, നമുക്ക് പ്രശ്നങ്ങളായി വന്നേക്കാം, പരീക്ഷണമായി നൽകിയതാണ്. നമ്മുടെ നേരെ ഈ രൂപത്തിൽ നമ്മുടെ ഈ പരിസര പ്രദേശത്ത് പോലും കുഞ്ചത്തൂർ ഭാഗത്ത് പോലും ഉമ്മയെ ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞ ഉമ്മ ഞെട്ടിക്കുന്ന അതേ രൂപത്തിൽ അസ്വാഭാവികമായി പെരുമാറുന്ന, ഉമ്മയോട് വെറുപ്പ് കാണിക്കുന്ന, വാതിലടിച്ച് കുറെ നേരം വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന മക്കളെ ഉമ്മമാരെ വിളിച്ചു പറയും നമ്മുടെ നാട്ടിലാണ്, ദൂരെ എത്തിപ്പോകണം. മുസ്ലിമിൽപ്പെട്ട സലഫികളിൽപ്പെട്ട
ആയിട്ടുള്ള ആളുകൾ വളർന്നു എന്നുള്ളതാണ്. ഗെയിമിംഗ് ഡിസോർഡർ എന്ന രൂപത്തിൽ പ്രത്യേകമായ ഒരു അസുഖമാണ്. നമ്മുടെ മക്കൾ അങ്ങനെയാണോ നോക്കണം. കുട്ടി കരയുമ്പോ മുമ്പിൽ ഈ മൊബൈലും വെച്ചുകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുന്ന ആരാകുമാരെന്ന ഉമ്മമാർ മദ്രസയിലേക്ക് അയച്ചാൽ പോലും ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ പോലും ഇപ്പോൾ കോളേജിലേക്ക് അയച്ച് 11 മാസം ഇപ്പോൾ പഠിക്കുന്ന കുട്ടി ഉമ്മ വിളിച്ചു പറയുകയാണ്, വീട്ടിലേക്ക് വന്നു, റമദാനിൽ വന്നു, ഖുർആനൊക്കെ അറിയാം, എന്നാൽ 24 മണിക്കൂർ കണ്ണു തെറ്റിയാലും നിസ്കാരത്തിന് വീട്ടിൽ പോയിട്ടും ഇതിങ്ങനെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണ്. ഉമ്മ വിളിച്ചിങ്ങനെ പറയാം. ഈ രൂപത്തിൽ ഒരു അഡിക്ഷനിലേക്ക് എത്തുപോകുന്ന ഒരു സന്ദർഭത്തിലാണ് CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നടത്തി അവരെ മാറ്റിക്കൊണ്ടുവരേണ്ട പുതിയ സെന്ററുകൾ, CBT സെന്ററുകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അടുത്ത തലമുറ ഒന്നും നാട്ടിനോ വീട്ടിനോ പള്ളികളിലേക്കോ സമുദായത്തിനോ ഗുണമില്ലാതെ വളർന്നു വന്നാൽ സഹോദരങ്ങളെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കളുടെ പുതിയ തലമുറകൾക്ക് രൂപമാണ്. പല രക്ഷിതാക്കളുടെ ഉമ്മമാര് കൊടുക്കുന്ന ഉപ്പമാര് കൊടുക്കുന്ന 8ാം ക്ലാസ് മദ്രസയിൽ 3ഉം 4ഉം പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും വില കൂടിയതായ ഇത്തരം ഒരുപാട് സ്മാർട്ട് ഫോണുകളും മറ്റും നൽകി ഓനെന്താ ചെറിയ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ പറയും, ഇങ്ങനെ പറയും, കരയും, ഉമ്മാനെ വിഷമിപ്പിക്കും, ഞാൻ ഗൾഫിലാണ് എന്നതിന് ഉപ്പ വന്ന് പറയുന്നതായ രംഗങ്ങൾ. ഒരു ഉപ്പാക്ക് മകനെ വളർത്താൻ സാധിക്കാത്ത ഒരു ഉപ്പ, ഉമ്മാക്ക് മകനെ ഉപദേശിക്കാൻ പോലും പേടി. ഈ രൂപത്തിലുള്ള സമുദായം ഈ കുട്ടികൾ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ദേശമുള്ള ചുറ്റികെടുത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും മൂന്നാവിൽ വെട്ടുന്ന ആ രൂപത്തിലുള്ള കുട്ടികളെ വളർന്നു വരാൻ കാരണമായിട്ട് എന്ന് മനസ്സിലാക്കണം. കൊല ചെയ്യുക, ഷൂട്ട് ചെയ്യുക, ആളുകളെ അറുത്ത് കൊല്ലുക, ഇത്തരം ഗെയിമുകൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നതായ രൂപങ്ങളും രീതികളും എന്റെ രക്ഷിതാക്കൾ നമുക്ക് നാണം തോന്നാതെ പോകുന്നത്. കുട്ടികൾ ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും അടിമകളാകുന്നു. ഓൺലൈനിൽ നെറ്റ് ഓൺ ചെയ്ത് മറ്റുള്ളവരോട് കളിക്കുന്ന ഗെയിമുകൾ. ഉമ്മ ആരോടാണ് മകൻ കളിക്കുന്നത് അറിയില്ല, മകൾ ആരോടാണ്, വീട്ടിൽ ഒരാളെ വിളിച്ചു വരുത്തണമില്ല. പെൺകുട്ടി ആ സുഹൃത്തുമായി എവിടെയോ ഉള്ള ആ സുഹൃത്തുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സുഹൃത്ത് ഏതോ ഒരു ക്ലാസ്സിലുള്ള കുട്ടിയുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിൽ സംസാരിക്കുകയാണ്, ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്, അവരോട് കാര്യങ്ങൾ നടത്താണ്. ഇതെല്ലാം നടക്കുന്നു. ഉമ്മ ഉപ്പ മൂകരും ബധിരരുമാണ്, ചെവിടി കേൾക്കാത്ത ആളുകൾ, കണ്ണ് കാണാത്തവരാണ്, സംസാരിക്കാൻ കഴിയാത്ത രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ എന്തായിരിക്കും അടുത്ത സമുദായം? പറയാണ് ദയൂസ് എന്ന പേരിൽ പഠിപ്പിച്ചു തരികയാണ്. ദയൂസ് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടും. ജനിപ്പിച്ചതിന് ശേഷം അവരുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കാതെ എന്ത് ചെയ്യുന്നു, എന്ത് ഉത്തരവാദിത്വം എന്ന് അറിയാത്ത ഒരു ഉപ്പയും ഉമ്മയും. എന്ന് പറയാണ്, എല്ലാവരും നിങ്ങളെ അള്ളാഹ് ചോദിക്കും ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശരിയായ തൗഹീദ് പഠിച്ച ഉമ്മ ഉപ്പ, എന്നിട്ടോ ദീൻ പഠിപ്പിക്കേണ്ടത് ഒരു ബാധ്യതയാണ്. ഒരു ഉപ്പയും ഉമ്മയും മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നബി തങ്ങൾ പറയുകയാണ്, വിദ്യാഭ്യാസം അദബ് എന്ന് പറയുന്നതാണ്. ഒരു പെൺകുട്ടി ഉണ്ടായ ആ കുട്ടിക്ക് നല്ല ദീനും അദബും പഠിപ്പിച്ചു കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുത്താൽ അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തെ വാഗ്ദാനം ചെയ്യുന്ന മതമാണ് ഇസ്ലാം. ഈ സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകും, വരാൻ സൗകര്യമില്ലാതെ സാമ്പത്തികമില്ലാതെ പെട്ടുപോകും. എന്നാൽ 5-6 വരെ പഠിപ്പിച്ചതിന് ശേഷം ചെറിയ ഒരു കാരണങ്ങൾ പറഞ്ഞ് തൗഹീദ് അല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് ചേർക്കുന്ന, അവിടെ നൽകുന്ന ബർത്ത്ഡേയുമാകട്ടെ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ഭക്ഷണവും മറ്റും തിന്നു വളർന്ന കുട്ടി, നിങ്ങൾ വയസ്സായതിനു ശേഷം ആ കുട്ടികൾ ഒരു ഉമ്മയും ഉപ്പയുമായി പോകുമ്പോൾ വിദഗ്ധകളോട് വളരെ നൈർമല്യമാണ്, വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള സമീപനം സ്വീകരിക്കും. അതിൽ നിന്നാ കുഴപ്പമില്ല, അതിലേക്ക് പോയാൽ കുഴപ്പമില്ല. ഈ രൂപത്തിൽ കുട്ടികളെ വളർത്തുന്ന ഉമ്മയും ഉപ്പയും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പറയാണ്. എന്ത് നിസ്കാരം അതുപോലെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്, നോമ്പ് അതുപോലെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്, ഹജ്ജിന് പിന്നെ ഇമാം അല്ലെങ്കിൽ വേറെ പഠിപ്പിക്കുന്നതല്ലേ? എന്നിട്ടോ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികളെ ചില രക്ഷിതാക്കൾ ചില ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മറ്റു, അതായത് ആശയത്തിൽ ഒരുപാട് ദൂരെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ശിർക്കുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ചേർത്താൽ എന്താ സംഭവിക്കുക? ഈ കുട്ടികൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകും. ഉപ്പ വലിയ തൗഹീദും പറഞ്ഞ് ഒരു കാരണം ഉണ്ടാവുകയില്ല, മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അവധി കാലത്ത് കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് മറ്റും അടുക്കുമ്പോൾ രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് കൂടി മനസ്സിലാക്കണം. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ചു പറയുന്ന ഒരുപാട് ഉപദേശങ്ങളിൽ തൗഹീദായിരുന്നു. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ ഉപ്പും ഇത് പറഞ്ഞു കൊടുക്കാതെ വളർത്തി കൊണ്ടുവന്നാൽ അടുത്ത തലമുറ എല്ലാം മിക്സ് ആയിട്ടുള്ള അവില് പോലൊത്ത
ആ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സമുദായമായി മാറും എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. നല്ല സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വർഷം ഇനി ഒരുപാട് സ്ഥാപനങ്ങൾ മസീദുകളിലെ ക്രിസ്ത്യാനികളുടെ മാനേജ്മെന്റുള്ള സ്കൂളിലേക്ക് ചേർക്കുക. പ്രായപൂർത്തിയായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും 8ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ നിസ്കരിക്കാതെ വളരുക. ഇത്തരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, നല്ല പഠനമുണ്ട്. ഈ ഉമ്മ മക്കളെയും മകനെയും മകളെയും കൊണ്ടുപോയി നരകത്തിന്റെ വിറകുകൊള്ളികളാക്കുകയാണ്. ഉമ്മയും ഉപ്പയും പല ആളുകളും വിളിച്ചു പറയുകയാണ്, അവിടെ എന്താ നല്ല വിദ്യാഭ്യാസം, നല്ല ഇംഗ്ലീഷ് സംസാരിക്കും. എവിടെയാ കൊണ്ടുപോയി? പ്രായപൂർത്തിയായ മകള് 1 വർഷം 2 വർഷം 3 വർഷം ദുഹർ നിസ്കരിക്കാതെ വളരാൻ. ഈ കുട്ടി എങ്ങനെ ഉമ്മ ദുഹർ സന്ദർഭത്തിൽ സുബഹി സന്ദർഭത്തിൽ ഉണർത്താൻ പറ്റും? ദുഹർ പറഞ്ഞുള്ളത് ഒഴിവാക്കാൻ ഉമ്മ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ ഒരു സമുദായത്തിൽ ഇവിടെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഉമ്മയോട് ഉപ്പയോട് വിളിച്ചു പറഞ്ഞാൽ പോലും ഇത് കേൾക്കാതെ എന്താ ചെയ്യുക ഉസ്താദെ എന്ന രൂപത്തിൽ ചോദിക്കുന്ന നിസ്കാരം പോലും പഠിപ്പിക്കാതെ ഉമ്മയും ഉപ്പയും മരിച്ചാൽ കുട്ടി എങ്ങനെ നിസ്കരിക്കും? പിന്നെ പോകുന്ന ഡിഗ്രിയും മറ്റും പഠിക്കുന്ന അവസ്ഥയിലേക്കാണ്. 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ ഇതൊന്നുമില്ലാത്ത സ്ഥാപനത്തെ ഉമ്മയും ഉപ്പയും മകളെ അല്ലെങ്കിൽ മകനെ വളർത്തുന്നത് തട്ടമിടാൻ പോലും അനുവദിക്കാത്ത ചില സ്ഥാപനങ്ങളിലും മറ്റൊക്കെ പോയി ചേർക്കുന്ന രൂപവും രീതിയും ഒക്കെ എല്ലാ ഇസ്ലാമിനെ തകർത്ത് ഉമ്മ അടിവാരം അല്ലെങ്കിൽ അതിനുള്ളതായ ബേസിക് കൊടുക്കുന്ന രക്ഷിതാക്കൾ എല്ലാത്തിനും അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൊത്തത്തിൽ പറഞ്ഞതാണ് കാര്യങ്ങൾ. ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നോക്കണം, നമ്മുടെ മക്കളും നമ്മുടെ മറ്റു സമ്പാദ്യവും ഫിത്നയായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കൾ ഗെയിമോ മറ്റോ കളിക്കുമ്പോൾ കുട്ടികളുടെ സാന്നിധ്യമില്ലാതെ ഒറ്റയ്ക്ക് റൂമിൽ അടിച്ച് കഴിക്കുക മറ്റും ഉണ്ടെങ്കിൽ ആ ഉമ്മ ഉപ്പ ഒരു കഴിവുമില്ലാത്ത വെറും ജനിപ്പിക്കാൻ മാത്രം സാധിച്ച ഒരു ഉപ്പയും ഉമ്മയും മാത്രമാണ്. കന്നുകാലികളെ പോലെ വേറ്റ് തിന്നട്ടെ എന്ന രൂപത്തിൽ നാമില്ലാത്ത രക്ഷിതാക്കൾ, ഉത്തരവാദിത്തമില്ലാത്ത രക്ഷിതാക്കൾക്ക് മാത്രമേ ഇത് സാധിക്കൂ. അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായി മദ്രസയുടെ കാര്യത്തിൽ ചോദ്യം ചോദിക്കുന്ന രക്ഷിതാക്കളാകണം. ദീനി കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന രക്ഷിതാക്കളാകണം. കളിക്കാൻ പോയാൽ എവിടെ പോയാലും ചോദിച്ച രക്ഷിതാക്കളാകണം. ഇതല്ലാതെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഉമ്മയും മക്കളെ കാണുന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് മാറി വാതിലടിച്ചിരിക്കുന്ന ഉപ്പയും ഉമ്മയുമാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മ നമുക്കുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നസീഹത്തോടെ ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും വഇയ്യായ തഖ്വ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങൾ, ആദ്യത്തിൽ ഓർമ്മപ്പെടുത്തിയത് മക്കൾ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ പരീക്ഷണം കൂടിയാണ് എന്നുള്ളതാണ്. സമകാലിക പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ചേർത്ത് ഈ കാര്യം അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് ഈ രൂപത്തിൽ അവതരിപ്പിച്ചാൽ മാത്രം ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും എഴുതികാപ്പുകൾക്ക് പോലും വരുന്ന കുട്ടികൾ മുകളിൽ ഇരുന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. രാത്രി മുഴുവൻ കൂട്ടുകാരോടൊപ്പം എവിടെയെങ്കിലും ഭാഗത്തിരുന്ന് കഴിക്കുകയും മറ്റും ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളും മറ്റും കാര്യങ്ങളൊക്കെയാണ്. ഉണർത്തിയിട്ടും ഉണരാത്ത രക്ഷിതാക്കളൊക്കെ. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം പറയാനുള്ളത്, സഹോദരങ്ങൾ, നമ്മളൊക്കെ തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥ ദീൻ തൗഹീദാണ്, സുന്നത്താണ്. ഇതിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്വീകരിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ കല്ലേറ് കൊണ്ടിട്ടുണ്ട്. കല്യാണത്തിന് ക്ഷണിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കുടുംബക്കാർ അകന്നു നിന്നിട്ടുണ്ട്. കല്യാണത്തിന് കാവ്യാറ് വരാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മരിച്ചാൽ മയ്യിത്ത് ഇങ്ങനെ വെച്ച് ചീഞ്ഞു പോകുമോ എന്ന് പേടിച്ച് ഭയന്ന സന്ദർഭം കൂടി ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് യഥാർത്ഥ ദീനും ഖുർആനും സുന്നത്തും പഠിച്ച് നമ്മൾ നമ്മുടേതായ നിലയങ്ങൾ ഉണ്ടാക്കി പള്ളികൾ നിർമ്മിച്ചു, മദ്രസകൾ നിർമ്മിച്ചു, എല്ലാം നിർമ്മിച്ചു. ഇന്നും നമ്മൾ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഖബർസ്ഥാനമുണ്ടോ? ആളുകൾ ഭയപ്പെടുകയാണ്. നമ്മൾ ചില ആളുകൾ വരിസംഖ്യ കൊടുക്കുകയാണ്. ചില പള്ളിക്ക് അവിടെ 500, 200 ഒക്കെ. ഒരു വർഷത്തിൽ ഏകദേശം 5000 രൂപ, 2000, 3000, 2500 രൂപ കൊടുക്കുകയാണ്. ഞാൻ വിധത്തിനില്ല, ഞാൻ ശിർക്കിനില്ല. എന്നാലോ നീ കൊടുക്കുന്ന പണം അത് വിധത്തിനാണ് ഉപയോഗിക്കുന്നത്. അത് ഖബർ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്, ഉറൂസിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, അവിടെ വേണ്ടി ബദരീകൾ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്, അവിടെ റാഫി നടത്താൻ ഉപയോഗിക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്നത് തൗഹീദ് മനസ്സിലാക്കി അല്പം വന്നാൾ പേടിക്കുകയാണ്. കാരണം ഖബർസ്ഥാനില്ല, എവിടെ കൊണ്ടുപോയിടും, മയ്യിത്ത് ചീഞ്ഞു പോകുമോ, ഉമ്മ വയസ്സായിട്ടുണ്ട്. ഈ രൂപത്തിൽ ആലോചിക്കാൻ കാരണമെന്താ?
ഒരു കബർസ്ഥാനം സ്വന്തമായി ഇല്ലാത്ത കാരണത്താലാണ്. ധൈര്യമില്ല. അയലിന്റെ മേൽ കോഴി നിൽക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചെയ്യാ? അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? കുട്ടികളെ സ്ഥാപനത്തിലേക്ക് അയക്കാനും ഒരു സ്ഥാപനത്തിലേക്ക് ചേർക്കാനും പറ്റാത്തതായ ഒരു അവസ്ഥയിലാണുള്ളത്. ഒരു തരം അടിമകളാണ്. ഒരു വീട്, മനോഹരമായ വീടുണ്ടാക്കി ഓരോ വീട്ടിൽ താമസിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒത്തുപോകാൻ പറ്റാതെ വന്നു. ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടില്ലാക്കാതെ ഇറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് പോയി വീട് നിർമ്മിച്ചു. വീട്ടിൽ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയില്ല. അടുക്കള ഇപ്പോഴും അപ്പുറത്തെ വീട്ടിലാണ്. ഞങ്ങൾ വരട്ടെ കൈകൂപ്പിയവരുടെ മുമ്പിൽ ചോദിക്കുകയാണ്, എന്ത് ചോറ് വെക്കണം, കുറച്ചു നേരം അടുക്കള നമുക്ക് തരുമോ? ഞമ്മളത് കഴിഞ്ഞു മതി. അതുപോലെയാണ് ഇത്രയും മനോഹരമായ പള്ളിയും ഇത്രയും മനോഹരമായ മദ്രസയും എല്ലാം ഇവരുടെ ചായ വാങ്ങിച്ച ഒരു തോട്ടി വാങ്ങാൻ സാധിക്കാത്തതായ ഒരു അവസ്ഥ. ഇത് നമുക്ക് സഹോദരങ്ങളെ നമ്മുടെ പ്രശ്നമല്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുറ ഉണ്ടാകും. ആദർശവുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവരായ അവസ്ഥ. ശിർക്കാണെങ്കിൽ ശിർക്ക്, അവിടെ സർവ്വത്തിനത് കുടിക്കും, ഇറച്ചിയും വാങ്ങിക്കും, സീരയും വാങ്ങിക്കും, കയ്യിൽ നൂലും കെട്ടും, എല്ലാം ഉള്ള ഒരു തലമുറ വളരും. കാരണം അടിമകളായി മാറും. എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ മാറി ചിന്തിക്കുന്നത്? സ്വന്തമായ ഒരു കബർസ്ഥാനം. ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങിയാൽ ആളുകൾ എന്റെ 1 സെന്റ് 2 സെന്റ് ഇതാ ഇരിക്കട്ടെ എന്ന് തരും. ജാലിയായി സ്വതന്ത്രയായി നിലനിൽക്കും. ആലോചിക്കാൻ ഇത് കേട്ടതിന് ശേഷം ചിന്തിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരുന്നത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് കബർസ്ഥാനമില്ലേ എന്ന് കളിയാക്കി ചോദിക്കുന്നതായ ഒരുപാട് അവസ്ഥകളും മറ്റും കൂടി നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അത് മാത്രമല്ല, നമ്മുടെ പണം പോകുന്നത് എന്തിനാ? ബിദ്അത്തിനും ശിർക്കിനും. എന്താ നമുക്ക് അധ്വാനിച്ചാൽ ഒരുപാട് മുവഹിദുകളായ ആളുകൾ പണം കൊണ്ടുപോയി മാസാമാസം പേയ്മെന്റ് ചെയ്യുകയാണ്. നമുക്ക് നാണമാവും സഹോദരങ്ങളെ. ആ പൈസ നല്ലതിനല്ല യൂസ് ചെയ്യുന്നത്. അള്ളാഹുവിനെ ആരാധിക്കുന്ന പള്ളിയിൽ അല്ലാത്ത അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ഈ പേയ്മെന്റ് പോകുന്നു എന്ന് പറയുമ്പോൾ ഗൗരവത്തോടെ മനസ്സിലാക്കണ്ടേ. വിശ്വാസികൾ മാത്രം, വിശ്വാസികൾ തൗഹീദുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഒരിടങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അങ്ങനെയുള്ള അവസ്ഥ എത്രമാത്രം സന്തോഷവും മറ്റുമായിരിക്കാം സഹോദരങ്ങളെ. ഒരു പള്ളി വേറെയാണ്, മദ്രസ വേറെയാണ്, കാര്യങ്ങൾ വേറെയാണ്, ഖതീബ് വേറെയാണ്, ഒരു ഖബർസ്ഥാൻ. നാട്ടുകാരെല്ലാവരും വിചാരിച്ചാൽ നടക്കും. ഒരു മാറ്റത്തിന് തുടക്കമാകണം. എല്ലാവരും ചിന്തിക്കണം, കഷ്ടപ്പെടണം, അതിന് പരിഹരിക്കണം. എന്നാൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു വലിയ സേവനം ഉണ്ടാകുമെന്ന് കൂടി മനസ്സിലാക്കണം. മാത്രമല്ല, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഖബറുകൾ ഉണ്ടല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞത്? ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. അല്ലാഹു അല്ലാത്ത അംബിയാക്കളെ, ഔലിയാക്കളെ പ്രാർത്ഥിക്കുന്ന സുജൂദിന്റെ സ്ഥലമാക്കിയ, പള്ളിയുടെ സ്ഥലമാക്കിയ ഖബറുകളാക്കിയ ആളുകൾക്ക് ശാപം ഉണ്ടാകട്ടെ. ആ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ്. അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന, ഔലിയാക്കളെ പ്രാർത്ഥിക്കട്ടെ, അമ്പിയാക്കളെ പ്രാർത്ഥിക്കട്ടെ, ആ സ്ഥലങ്ങളൊക്കെ. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി അൻ യുജസ്സസൽ ഖബർ. ഖബറിൽ കുമ്മായം ഇടുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. വയുഖൽ അലൈഹി, അതിൽ ഇരിക്കുക, വയുബ്ന അലൈഹി, ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒന്നും പാടില്ല. അത്തരം ഖബർസ്ഥാനങ്ങളിൽ നമ്മുടെ മയ്യിത്ത് കൊണ്ടുപോയി വെക്കുക. ഇതുവരെ നമ്മൾ പ്രശ്നത്തിലും, അതായത് പെട്ടുപോയാൽ ഇതുവരെ ചെയ്തതോ മറ്റോ ഒക്കെ വരും തലമുറക്ക് ഒരു കരുതലായി ആ ഒരു ഭൂമി ഏതെങ്കിലും സ്ഥാനത്ത് വില കൂടുന്നതിന് മുമ്പ്, വീടുകൾ വർദ്ധിക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റുഭാഗത്തുണ്ട്. തേടി പിടിച്ച് അതിന് ഞാനാണ് മുൻകൈ എടുക്കുന്നത് എന്നാൽ ഒരാൾ മുൻപോട്ട് വരാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി മുമ്പോട്ട് വരാം. ഈ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വരും തലമുറ, നമ്മുടെ മക്കൾ, അവർ ബുധബുധീനല്ല, മറ്റു ആദർശങ്ങളിലുള്ള ആളുകളെക്കാൾ മോശം, അതായത് ഒരു ആദർശവും ഇല്ലാത്ത ആളുകൾ എന്തിനും തയ്യാറാകുന്ന മക്കളായി മാറും. കാരണം ഖബർസ്ഥാനം എവിടേക്ക് പോകണം, ഇതെല്ലാം ഓക്കെ എന്ന നിലക്ക് മാറുമെന്നുള്ളതാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, മാറ്റത്തിന് വേണ്ടി ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപദേശം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഇബാദത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ കൂടി പണ്ഡിതന്മാർ വിവരിച്ച ഭാഗം നോക്കണം. ഇത്തരം സന്ദർഭത്തിൽ പരിശ്രമിക്കണം. ഒരു പുതിയതായ ഒരു ഭൂമി
എത്തിക്കാൻ പരിശ്രമിക്കണം. ലിദഫിനി മൗതാഹും, മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നല്ല തൗഹീദ് ദീൻ അനുസരിച്ച് പഠിക്കുന്ന ആളുകൾ പ്രത്യേക മഖ്ബറക്ക് വേണ്ടി പരിശ്രമിക്കണം എന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി ഇക്കാര്യത്തിൽ പറയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇക്കാര്യത്തിൽ പറയാണ്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി മുഹല്ല എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. ശറഹ് നവവി ഇമാം നവവി റഹ്മത്തുള്ളാഹി വിഷയത്തിൽ പറയുകയാണ്. ഒരുപാട് ഭാഗങ്ങൾ വിവരിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ സമുദായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മാവയിലായിരിക്കുന്ന ആളുകൾക്ക് ഒരു ധൈര്യം വരാൻ, തൗഹീദ് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ടൊന്നും വരില്ല, ഖബർസ്ഥാൻ എന്താവും എന്ന് പേടിച്ചിരിക്കുന്ന ആളുകൾ, അവരെ എല്ലാം അതെന്താക്കാൻ നമുക്ക് അടുപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു തീരുമാനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം, അടിയന്തിരമായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റമളാനിൽ പ്രവർത്തിച്ചതായ നമ്മുടെ സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ നാഥാ. അല്ലാഹുവേ, നമ്മുടെ മക്കളെ കൺകുളിർമ നൽകുന്ന മക്കളാക്കി തീർക്കണമേ നാഥാ. അല്ലാഹുവേ, പുതുതായി എത്രയും പെട്ടെന്ന് ഒരു ഖബർസ്ഥാൻ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരണമേ നാഥാ. അല്ലാഹുവേ, നമ്മുടെ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും ആത്മാർത്ഥമായ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സഹോദരങ്ങൾ അല്ലാഹുവേ നീ സ്വീകരിക്കണമേ നാഥാ. രോഗികളായ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ ആരോഗ്യം നൽകണമേ നാഥാ. അതിലൊരു കടം കൊണ്ട് വലഞ്ഞവർക്ക് അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് വർഷിപ്പിക്കണമേ നാഥാ. അല്ലാഹുവേ, വരുമാനം ഫക്കീറായി ബുദ്ധിമുട്ടുന്ന, കടം കൊണ്ട് ഒരുപാട് പ്രയാസം ലഭിക്കുന്ന ആളുകൾ അല്ലാഹുവേ അവരുടെ കച്ചവടങ്ങളിലും മറ്റും നീ വർധനവ് നൽകണമേ നാഥാ. അല്ലാഹുവേ, ഒരു വിഭാഗം നരകത്തിലേക്കും മറുവിഭാഗം സ്വർഗ്ഗത്തിലേക്കും പോകും വേളയിൽ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم